ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുഞ്ഞിനെ ബെഡിൽ കിടത്തിയത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുളിച്ചിട്ട് ഇറങ്ങുകയായിരുന്നു ഹരി. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് അവിടെ തന്നെ ഉണ്ടോ, കളിക്കുന്നുണ്ടോ, അതോ താഴെ വീടോ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ഹരി. എന്നിട്ട് വളരെ പെട്ടെന്ന് കുളിച്ചിറങ്ങുന്നു. എന്നാൽ കുളിച്ചിറങ്ങിയ സമയം കുഞ്ഞിനെ ബെഡിൽ കാണാനില്ല. പെട്ടെന്ന് ഒന്ന് ഞെട്ടുകയാണ് ഹരി. കാരണം ഇത്രയും നേരം തൻ്റെ കുഞ്ഞ് ബെഡിൽ കളിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞ് അവിടെ കാണുന്നില്ല. പെട്ടെന്ന് അമ്മാവനെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. എന്താടാ കിടന്ന് ബഹളം വെക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മാവൻ അവിടേക്ക് വരുമ്പോൾ ഹരി ചോദിക്കുന്നു, കുഞ്ഞിനെ എടുത്തായിരുന്നോ എന്ന്. കുഞ്ഞിനെയോ? ഇല്ല എന്ന് അമ്മാവൻ. ഞാനൊന്ന് കുളിക്കാൻ കയറിയതാ. കുളിക്കുന്നതിനിടയ്ക്ക് പുറത്തുനിന്ന് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ കട്ടിലിൽ ഉണ്ടായിരുന്നോ, പിന്നെ ഇത് എവിടെ പോയി എന്നൊക്കെ ഹരി പറയുന്നു. നീ പേടിക്കാതെ, കുഞ്ഞിത് എവിടെ പോവാനാ? ചിലപ്പോഴേ വീണയുടെ അടുത്തുണ്ടാകുമെന്ന് അമ്മാവൻ. വീണ കുഞ്ഞിനെ എടുക്കില്ലെന്ന് ഹരി. നീ എന്താ പറയുന്നത്? ഞാനും നീയും അല്ലാതെ ഇവിടെ വേറെ ആരാ ഉള്ളത്? ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മാവൻ വീണയുടെ അരികിലേക്കും അവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട്. വളരെ ടെൻഷൻ ആവുകയാണ് ഹരി. പെട്ടെന്ന് ഒരു ഷർട്ട് എടുത്തിട്ടിട്ട് അവിടെയൊക്കെ കുഞ്ഞിനെ അന്വേഷിക്കുന്നു. എന്നാൽ ഇതേ സമയം വിപിൻ കുഞ്ഞുമായി ആരും കാണാതെ കാറിനരികിലേക്ക് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കാറ് തുറന്നു. ഡാ നിക്കടാ എന്ന് പറഞ്ഞ് ഹരി അവിടേക്ക് ഓടിയെത്തി. എടാ എൻ്റെ കുഞ്ഞിനെ ഇങ്ങ് താടാ എന്ന് പറഞ്ഞ് ഹരി ഓടിയെത്തി വിപിനെ അടിച്ചിടുന്നു. ഈ സമയം കൊണ്ട് കുഞ്ഞിനെ വിപിൻ കാറിൽ കിടത്തിയിരുന്നു. രണ്ടുപേരും കൂടി നല്ല തല്ലുണ്ടാക്കി. ഹരി വിപിനെ നന്നായിട്ട് അടിക്കുന്നു. കുറെ ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ കിടന്ന ഒരു തടി കഷ്ണം എടുത്ത് വിപിനെ പൊതിരെ തല്ലുകയാണ് ഹരി. റോഡ് സൈഡിലിട്ടാണ് ഈ ഒരു തല്ലുകൂടൽ. എന്നിട്ട് വിപിന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഹരി പറയുന്നുണ്ട്, ഒന്ന് മുറിക്കാൽ നിന്നെ എനിക്ക് കൊല്ലാം, പക്ഷേ എൻ്റെ കുഞ്ഞിനെ ആലോചിച്ചിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. ഇനി നീയോ നിനക്ക് വേണ്ടി വേറെ ആരെങ്കിലോ ഈ കുഞ്ഞിനെ തിരക്കി വന്നാൽ ഈ ഭൂമുഖത്ത് നീ എവിടെയാണെങ്കിലും അവിടെ വരും ഞാൻ നിന്നെ കൊല്ലാൻ എന്ന് ഹരി പറയുന്നു. എന്നിട്ട് പോടാ എന്നും ഹരി പറയുന്നുണ്ട്. എന്നിട്ട് ഹരി ഡോറ് തുറന്ന് കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. തല്ലുകൊണ്ട് അവശനായി കിടക്കുകയാണ് വിപിൻ. കുഞ്ഞുമായി ഹരി പോകുമ്പോൾ അവശനായി നടക്കാൻ പോലും കഴിയാതെ കാറിനരികിലേക്ക് വന്നിരിക്കുകയാണ് വിപിൻ. ശേഷം കുഞ്ഞിനെയും കൊണ്ട് ഹരി വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാരിൽ രണ്ടുപേര് ചോദിക്കുന്നു, എങ്ങോട്ടാ ഹരി കുഞ്ഞിനെയും കൂട്ടി? ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണെന്ന് ഹരി. എന്താ ഹരി, സത്യത്തിൽ ഈ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുന്നു. ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഹരിയാണ് കൊച്ചിന്റെ അച്ഛൻ എന്നാണ്, പക്ഷേ നാട്ടിലാകെ വേറൊരു വർത്തമാനം പറയുന്നുണ്ട് എന്നൊക്കെ അവർ പറയുന്നു. മറ്റൊരാൾ പറയുന്നു, രാമകൃഷ്ണേട്ടൻ ബുദ്ധിമാനാണ്. മോള് പിഴച്ച് വയറ്റിലായപ്പോൾ മരുമകന്റെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തില്ലേ, ചുമന്നോട്ട് നടന്നോ? എൻ്റെ ഭാസ്കരേട്ടാ, നിങ്ങളോട് ആരാ ഇതൊക്കെ പറഞ്ഞത് എന്ന് ഹരി ചോദിക്കുന്നു. പറഞ്ഞത് ആരായാലും പറഞ്ഞത് സത്യമല്ലേ എന്ന് അവര്. എന്നാലും കഷ്ടം തന്നെയാ ഹരി. നാട് നന്നാക്കാൻ ഇറങ്ങി തിരിച്ച ഹരി, നീ ഇപ്പോൾ വീടിന്റെ കാര്യത്തിൽ ഇങ്ങനെയായല്ലോ. അല്ല, ഈ വീണ ഒളിച്ചോടി പോയി എന്ന് പറയുന്നത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുന്നു. അവളെ കെട്ടും കിടക്കയും എടുത്ത് വഴിയിലൂടെ പോകുന്നത് ഞാനും കണ്ടതാണെന്ന് ഒരാൾ പറയുന്നു. അവൾ ഏത് വഴിക്കാ പോയതെന്ന് രാമകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അവൾ ഏത് വഴിക്കൊക്കെയാണെന്ന് ആർക്കറിയാം? രാമകൃഷ്ണേട്ടന് ഉറപ്പൊന്നും ഇല്ലല്ലോ മോള് പോയ വഴി. രാമകൃഷ്ണേട്ടാ, നിങ്ങളെ ദൈവത്തെ പോലെ കണ്ട ഒരാളാണ് ഹരി. ഇവനോട് നിങ്ങൾ ഈ ചര ചെയ്യണ്ടായിരുന്നു. വയറ്റിലൊരു കൊച്ചുള്ള പെണ്ണിനെ പിടിച്ചാണോ ഇവന്റെ തൈയിൽ കെട്ടിവെച്ച് കൊടുത്തത് എന്നൊക്കെ അവർ പറയുമ്പോൾ ഹരി അവരോട് പറയുന്നു, നിങ്ങളാരും ഇതിൽ ഇടപെടണ്ട. അതെന്താ ഹരി, ഞങ്ങളുടെ കുടുംബത്തൊരു പ്രശ്നം വരുമ്പോൾ വിളിക്കാതെ ഹരി വരുമല്ലോ, പിന്നെ ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ ഞങ്ങളും ചോദിക്കില്ലേ എന്ന് അവർ പറയുന്നു. ഇതറിയാൻ ഈ കരയിൽ മറ്റാരുമില്ല. ഇന്നലെ വരെ ഹരിയെ കണ്ടതുപോലെയല്ല ഇനി അവർ നിങ്ങളെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. രാമകൃഷ്ണേട്ടൻ കല്യാണം നടത്തിയെങ്കിലും ഇവർ രണ്ടുപേരും ജീവിച്ചത് എങ്ങനെയാണെന്ന് കൊച്ചു പിള്ളേർ പോലും പറഞ്ഞുകൊണ്ട് നടക്കാണ്. ഇവന്റെ കയ്യിന് ആ കൊച്ചിന് വാങ്ങിച്ചിട്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് കൊടുക്കാൻ നോക്ക്, എന്നിട്ടെങ്കിലും ഇവനൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നൊക്കെ അവർ പറയുന്നു. മതി, ഈ കഥകൾ നിങ്ങൾക്ക് വിളമ്പിത്തുന്നത് ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത് എൻ്റെ കുഞ്ഞാണ്, അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ടെന്ന് ഹരി. കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ, കുറെ കാലം കഴിയുമ്പോൾ ശരിക്കുമുള്ള തന്ത മുന്നിൽ വന്ന് നിൽക്കും. അന്ന് ആ കൊച്ചു അച്ഛ എന്നെ വിളിച്ച് അയാളുടെ കൂടെ പോവുകയും ചെയ്യും. അന്നേ പഠിക്കൂ എന്നൊക്കെ അവര്. ഭാസ്കരേട്ടാ, നിങ്ങൾക്കൊക്കെ ഇത്രയും വിരോധം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിരുന്നില്ല എന്ന് ഹരി പറയുമ്പോൾ ഭാസ്കരൻ പറയുന്നു, ആൾക്കാരുടെ വാ മൂടിക്കേട്ടാൻ പറ്റില്ല ഹരി. എല്ലാവരും അറിയുന്ന ആളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. എനിക്ക് ഈ കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല. ഉള്ളത് പറയാലോ, രാമകൃഷ്ണേട്ടൻ ചെയ്തത് കൊടും ചതിയാണ്. അദ്ദേഹം ഇപ്പോൾ തല താഴ്ത്തി നിൽക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ രാമകൃഷ്ണൻ. ശേഷം അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയപ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് ഹരിയും രാമകൃഷ്ണനും. ഈ സംയുക്തയായിരിക്കും എല്ലാവരോടും ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊക്കെ അവളുടെ ബുദ്ധിയാണ് എന്നൊക്കെ ഹരി പറയുന്നു. നീ ഈ
നാട്ടിൽ കൂടി നീ നടക്കുന്നത് കാണുമ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്നത് കാണുമ്പോൾ ഹരി ഞങ്ങളുടെ മോനല്ലേ ആങ്ങളെയല്ലേ കൂട്ടുകാരനല്ലേ എന്നൊക്കെ പറയുമ്പോൾ അഭിമാനം കൊണ്ട് എൻ്റെ മനസ്സ് നിറയുകയായിരുന്നു. അതേ ആളുകൾ നാളെ നേരം വെളുക്കുമ്പോൾ നിന്നെ തള്ളി പറയും. ഇത്രയും നാൾ കൂടെ നടന്ന ഭാസ്കരൻ പോലും പറഞ്ഞത് കേട്ടില്ലേ നീയെ? അവള് പോയി, ഇനി ഒരു ഭാരമായിട്ട് ഇനി ഈ കുഞ്ഞിനെ നീ ചുമക്കണ്ട. അവർ പറഞ്ഞതുപോലെ വല്ല അനാഥാലയത്തിലും അത്രയും അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു, അമ്മാവാ അവർക്കതൊക്കെ പറയാം, അവരൊന്നും ഹരിയുടെ ഉള്ളു കണ്ടിട്ടില്ല. അതുപോലെ അല്ലല്ലോ അമ്മാവൻ, ഈ കുഞ്ഞിന് ഞാനുമായിട്ടൊരു ബന്ധമില്ലെന്ന് അമ്മാവന് പറയാൻ പറ്റുമോ? ജനിച്ചപ്പോൾ മുതൽ എൻ്റെ ചൂട് തട്ടി വളർന്ന എൻ്റെ കുഞ്ഞാണിത്. ഈ നാട്ടുകാർ മുഴുവനും ഇതിനെ കല്ലെറിഞ്ഞാലും അതിലൊരു കല്ല് പോലും ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് കൊള്ളാതെ എൻ്റെ നെഞ്ചിൽ അടക്കി പിടിച്ച് കിടത്തും ഞാൻ. എനിക്കിനി വേറൊരു ലോകമില്ല, എനിക്കെൻ്റെ മോള് മാത്രമേ ഉള്ളൂ, ഇവൾക്ക് വേണ്ടി ഹരി ജീവിക്കും എന്നൊക്കെ ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, എടാ മോനെ ഈ നാട്ടിലോ, എടാ നിന്നെ എല്ലാവരും കൂടി തോൽപ്പിക്കില്ലേ? തന്തയില്ലാത്ത കുഞ്ഞിനെ ചുമക്കുന്നു എന്ന വിധി നാളെ തിരിച്ചറിവിന്റെ പ്രായമാകുമ്പോൾ നിന്റെ അച്ഛൻ ആരാണെന്ന് ഈ കുഞ്ഞിനോട് നാട്ടുകാരെ ചോദിക്കില്ലേ, അപമാനിക്കില്ലേ? എടാ മോനെ നീ ഒരു താങ്ങോടാ, അന്നേരം നീ തകർന്നു പോവില്ലേ എന്നൊക്കെ അമ്മാവൻ ചോദിക്കുന്നു. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ ഹരി വല്ലാണ്ട് തകർന്നു പോവുകയാണ്. എടാ ഈ മണ്ണിൽ നിന്ന് നിന്നെ പറിച്ചു മാറ്റുന്ന ഒരു സമയം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇനി വേണ്ട മോനെ, ഈ നാട്ടിൽ നിൽക്കണോ നമുക്ക്? ഇത് കേട്ട് ഹരി പറയുന്നു, അമ്മാവൻ പറഞ്ഞത് ശരിയാണ്, ചത്ത് വീഴുന്നത് വരെ ഈ മണ്ണിൽ വേണമെന്ന് നിർബന്ധം പിടിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ഇവിടുത്തെ കാറ്റേൽക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കൃഷി സ്ഥലങ്ങളിലൂടെ നടക്കാതെ ഒരു ദിവസം പൂർണ്ണമാകുമോ എന്നും എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാം മറക്കണം, എൻ്റെ കുഞ്ഞിന് വേണ്ടി എല്ലാം മറക്കണം. ഇനി ഇവൾ വളർന്നു വരുന്ന ചുറ്റുപാട് ഇവൾക്ക് ഒരു അവകാശം മാത്രമേ പറയാൻ പാടുള്ളൂ, അത് ഹരിയുടെ മകളെന്ന്. അതിന് ഈ നാട്ടിൽ നിന്ന് പോയേ പറ്റൂ. നമ്മളെ അറിയാത്ത ഒരു നാട്ടിൽ ഇവൾക്ക് വേണ്ടി ജീവിക്കണം. എടാ മോനെ പോകാം, നമുക്ക് ഉടനെ പോകാം, നമുക്ക് പോയേക്കാം എന്നൊക്കെ അദ്ദേഹം കളിയായിട്ട് എല്ലാവരും പറയും. ഒരു പ്രളയം വന്ന് ഈ നാട് മുഴുവനും ഒലിച്ചു പോയാലും ഈ നാടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഹരി ഉണ്ടാകുമെന്ന്. ഒന്നും സംഭവിച്ചില്ല. ഒരു പ്രളയം വന്ന് ഹരിയെ തന്നെ ആദ്യം കൊണ്ടുപോയി. അങ്ങനെ അവർ നാളെ തിരുത്തിക്കോളും. വാ അമ്മാവൻ വരൂ, നമുക്ക് ഈ രാത്രി തന്നെ ഇറങ്ങാമെന്നും ഹരി പറയുന്നു. വളരെ സങ്കടത്തോടെ ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നുണ്ട്. ആ വീട്ടിലെ അവസാന രാത്രിയാണ് ഇപ്പോൾ ഹരിക്ക്. കുഞ്ഞിനെ ഇങ്ങനെ വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടൊക്കെ നോക്കുന്നുണ്ട് ഹരി. എന്നിട്ട് ആ വീട്ടിലെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഓർക്കുകയാണ് ഹരി. മുത്തശ്ശിയും അമ്മാവനും ഒക്കെ ഒന്നിച്ച് നടക്കുന്നതും പിന്നെ ആ പണിക്കാരുമായിട്ട് നടക്കുന്നതും ആ പാടത്തൂടെ നടക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹരി ഓർക്കുന്നു. ശേഷം ഹരി ചെറിയൊരു ബാഗ് എടുത്തു. ഹരിയുടെ ഷർട്ടും മുണ്ടും എല്ലാം അതിനകത്തെടുത്ത് വെക്കാൻ തുടങ്ങുന്നു. മുത്തശ്ശി മരിച്ച കാര്യവും ഓർക്കുകയാണ്. പിന്നെ തൻ്റെ കൂട്ടുകാരൻ വേണു എല്ലാം ഓർത്തതിന് ശേഷം ഹരി കുറച്ച് ബുക്കുകളൊക്കെ എടുത്ത് നോക്കുന്നു. അതിൽ നിന്നും നിത്യ അയച്ച ഓരോ ലെറ്ററും എടുക്കുകയാണ്. ശേഷം തൻ്റെ പ്രിയപ്പെട്ട ആ ബുക്ക് എടുക്കുന്നു. അതിലെ നിത്യയുടെ ആ പഴയ അന്ന് കിട്ടിയ ആ മുല്ലപ്പൂ ഉണങ്ങിയത് അതെടുത്തു വെച്ച് നോക്കുകയാണ് ഹരി. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരെയും വളരെ സങ്കടത്തോടെ കാണിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.